തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയെ മാലമോഷ്ടാവാക്കി ചിത്രീകരിച്ച് പീഡിപ്പിച്ചതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൂടി സസ്പെൻഷൻ. ബിന്ദുവിനോട് ഏറ്റവും മോശമായി പെരുമാറിയ ASI പ്രസന്നനെയാണ് സസ്പെൻഡ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ പ്രസാദിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. സാരംഗ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, തുടക്കത്തിൽ തന്നെ ബിന്ദു ആരോപണം ഉന്നയിച്ചത് ഈ പ്രസാദിനും പ്രസന്നനുമെതിരെയാണ്. പക്ഷേ പ്രസാദിന് ആരോപണം ഉയർന്ന് ആദ്യ ദിവസം തന്നെ പ്രസാദിനെതിരെ നടപടി വന്നു. ഈ പ്രസന്നനെ പക്ഷേ അതിനുശേഷം വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രസന്നനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇയാളെ സംരക്ഷിക്കാൻ ഏതെങ്കിലും തലത്തിൽ പോലീസ് ഉന്നതരുടെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ടോം, തുടക്കത്തിൽ തന്നെ പോലീസ് വകുപ്പിനെതിരെ കൃത്യമായ ആരോപണങ്ങളുമായിരുന്നു ബിന്ദു ഉന്നയിച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് പ്രസന്നനെതിരെയായിരുന്നു. കാരണം വളരെ മോശമായി പെരുമാറി, ഭക്ഷണവും വെള്ളവും ചോദിച്ച സമയത്ത് ടോയ്ലറ്റിൽ നിന്നും എടുത്ത് കുടിക്കാൻ പറയുക, അത്തരത്തിലുള്ള മിനിമം പ്രാഥമികമായ പരിഗണന പോലും ലഭിക്കാത്ത രീതിയിലായിരുന്നു. ഒരു ദളിത് യുവതി എന്നതിലുപരി പ്രാഥമികമായ ഒരു പരിഗണന പോലും ലഭിക്കാത്ത രീതിയിലായിരുന്നു പ്രസന്നന്റെയും മറ്റുള്ള ആറ് പോലീസുകാർക്കെതിരെയായിരുന്നു പരാതി പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതിൽ SIക്കായിരുന്നു ആദ്യം സസ്പെൻഷൻ നേരിടേണ്ടി വന്നിരുന്നത്. അതിനുശേഷം 2 ദിവസത്തെ അന്വേഷണം CCTV കേന്ദ്രീകരിച്ചും മറ്റുള്ള തെളിവുകൾ ശേഖരിച്ചുമായിരുന്നു പോലീസിന്റെ അന്വേഷണം. സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും നടപടിക്രമങ്ങൾ പോലീസ് വളരെ വൈകിയാണെങ്കിലും കൃത്യമായി പാലിച്ചു പോകുന്നു എന്നതാണ് മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ മാസം 23-നാണ് ബിന്ദു ഇത്തരത്തിലുള്ള പരാതി പോലീസിനും മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും അടക്കം പരാതി നൽകിയിട്ടും അന്നൊന്നും ഉണ്ടാവാതിരുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഇന്നിപ്പോൾ മാധ്യമ ശ്രദ്ധ ഇതിൽ പിടിച്ചു പറ്റിയതിനു ശേഷമാണ് ഇത് പോലീസ് വകുപ്പിന്റെ വകുപ്പ് തല അന്വേഷണം ഉണ്ടായതും പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തതും അതിനുശേഷം തുടർന്നുള്ള വിശദമായ അന്വേഷണത്തിൽ പ്രസന്നനെയും പിന്നീട് സസ്പെൻഡ് ചെയ്തത്. കൂടുതൽ ഇതിലധികം പോലീസുകാർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. കാരണം കൃത്യമായ പരാതിയാണ് ബിന്ദു ഉന്നയിക്കുന്നത്. കാരണം ഇന്നേ പോലീസുകാർ കണ്ടാൽ അറിയാവുന്ന പോലീസുകാർ തന്നോട് ചെയ്ത ക്രൂരതകളുടെ കൃത്യമായ വിവരങ്ങൾ പരാതിയിലും മാധ്യമങ്ങളോടും കൃത്യമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രസന്നനെതിരെ ഉണ്ടായിട്ടുള്ള പരാതി എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിച്ചില്ല, പ്രാഥമിക പരിഗണന പോലും ലഭിച്ചില്ല. യുവതി എന്നതിലുപരി അസഭ്യവർഷം ഒരുപാട് തവണ അസഭ്യവർഷം നടത്തി, കള്ളി എന്നുള്ള രീതിയിൽ ഒരു സംസാരമുണ്ടായി. അതേപോലെ തന്നെ ഭക്ഷണം നൽകിയില്ല. സ്റ്റേഷനിൽ അടുത്ത ദിവസം പുലർച്ചെ 3 മണി വരെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. അടുത്ത ദിവസം 12 മണിക്ക് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുമ്പോഴും ഈ ഏരിയയിൽ കണ്ടുപോകരുത്, അല്ലെങ്കിൽ ഈ സ്റ്റേഷൻ പരിധിയിൽ കണ്ടുപോകരുത് എന്ന തരത്തിലായിരുന്നു സ്റ്റേഷനിൽ നിന്ന് SIയും ASI ആയിട്ടുള്ള പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പെരുമാറ്റം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടതെന്ന് വെച്ചാൽ പ്രസന്നനായിരുന്നു ബിന്ദുവിനെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറ്റം ഉണ്ടായത്. ആ പ്രസന്നനെയാണ് ഇപ്പോൾ നിലവിൽ സസ്പെൻഡ് ചെയ്ത്. കൂടുതൽ വകുപ്പ് തല നടപടികൾ ഉണ്ടാകും. കാരണം കൂടുതൽ അന്വേഷണം വേണം. CCTV കേന്ദ്രീകരിച്ചുള്ള ഇതോടൊപ്പം വനിതാ ഉദ്യോഗസ്ഥർക്കെതിരെയും ആരോപണമുണ്ടല്ലോ. ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? കാരണം ഒരു സ്ത്രീക്ക് നൽകേണ്ട പരിഗണന പോലും, ഒരു ദളിത് സ്ത്രീയാണ്, അവർക്ക് നൽകേണ്ട ഒരു പരിഗണന പോലും ഈ പോലീസ് സ്റ്റേഷനിൽ ഈ ഉദ്യോഗസ്ഥർ നൽകിയില്ല. അവിടെ ഈ വനിതാ ഉദ്യോഗസ്ഥർ പോലും മോശമായി പെരുമാറി എന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഇതുവരെയും നടപടി ഉണ്ടാകാത്തത്? കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കും മാത്രമായിരിക്കാം ഇവർക്കെതിരെ നടപടി എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. കാരണം കൃത്യമായ തെളിവ് ആരൊക്കെ എങ്ങനെയൊക്കെ പെരുമാറി എന്നുള്ളത് പരാതിയിൽ പറയുന്നുണ്ടെങ്കിലും അതിനുവേണ്ട തെളിവുകളും മറ്റും ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും, കൃത്യമായ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും. കാരണം പിന്നീട് അത് വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങിപ്പോവാത്ത രീതിയിൽ ഇവർക്കെതിരെ നടപടിയെടുക്കുന്ന പറ്റുന്ന രീതിയിലായിരിക്കണം നിലവിലെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സ്ത്രീകൾ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇതിലെ പ്രതിപട്ടികയിൽ അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം സ്ത്രീ എന്നൊരു പരിഗണന പോലും കൊടുക്കാതെയാണ് കള്ളി എന്ന് വിളിച്ചും അസഭ്യം വിളിച്ചും ഭർത്താവിനെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് മോശമായി പെരുമാറിയും ഭക്ഷണം നൽകാതെയും ഒക്കെ ഇവർ പെരുമാറിയിട്ടുണ്ട്. അതിൽ വനിതാ പോലീസും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ വനിതാ പോലീസുകാർക്കെതിരെയും നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ നിലവിൽ 2 പേരെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണോ എന്ന തരത്തിലുള്ള വ്യക്തതകൾ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് മനസ്സിലാകും. വ്യക്തമാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീയോട് മോശമായി പെരുമാറിയ, കള്ളക്കേസിൽ കുടുക്കി കസ്റ്റഡിയിലെടുത്ത് മോശമായി രീതിയിൽ പെരുമാറി ചോദ്യം ചെയ്ത് 20 മണിക്കൂറോളം കസ്റ്റഡിയിൽ വെച്ച കേസിലാണ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്.